ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇപ്പം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ നിർണായകമായുള്ള നീക്കങ്ങളോ അല്ല ഇത് സംബന്ധിച്ചുള്ള കൺഫർമേഷൻസോ ഡീലുകളോ ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്തായാലും അധികം വൈകാതെ തന്നെ ട്രാൻസ്ഫർ ജാലകവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം റൂമറുകൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക, നിരവധി താരങ്ങളുടെ പേരുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ വിപണിയിലെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടീം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഏതാണ്ട് ഒരു 50% യുണൈറ്റഡ് താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ്. ഇതിലിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മൂവ്മെന്റ്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് കോബി മൈനുവിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്. കോബി മൈനുവിനെയും ഗർനാച്ചോയിനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽക്കാൻ തയ്യാറായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് അത്ലറ്റിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഫിനാൻഷ്യൽ റൂൾസ് ഒക്കെ കംപ്ലൈ ചെയ്യണമെങ്കിൽ ഈ രണ്ട് താരങ്ങളെയും വിൽക്കാൻ യുണൈറ്റഡ് നിർബന്ധിതമാകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നല്ല വില ലഭിക്കുകയാണെങ്കിൽ ഹോം ഗ്രൗണ്ട് പ്ലെയേഴ്സ് ആണ്. അപ്പം അത് ഫിനാൻഷ്യൽ റൂൾസ് ഒക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകാൻ യുണൈറ്റഡിന് സാധിക്കും. കാരണം യുണൈറ്റഡിന് ഫണ്ട് ആവശ്യമാണ്, നിരവധി താരങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമോറിമിൻ്റെ ശൈലിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന താരങ്ങളെയാണ് ആവശ്യം. ഒരുപാട് പൊസിഷനിൽ ഇത്തരം താരങ്ങളെ ആവശ്യമുണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ യുണൈറ്റഡ് പോയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു, കാരണം കോബി മൈനു റീറ്റെയിൻ ചെയ്യപ്പെടും എന്ന് ചിന്തിച്ചിരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം റീറ്റെയിൻ ചെയ്യോ എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹവും വിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയറായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ഷോക്കായുള്ള ഒരു കാര്യമാണ്. ഇപ്പം തന്നെ ചെൽസിയുമായി ബന്ധപ്പെട്ട് മൈനുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. കോൾ പാമർ ഇത് സംബന്ധിച്ചുള്ള ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തതൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത്. പിന്നെ ഹോയ്ലൻഡിനെയും ചിലപ്പോൾ യുണൈറ്റഡ് വിൽക്കാൻ തയ്യാറായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പിന്നെ റാഷ്ഫോർഡിനെ സംബന്ധിച്ചുള്ള വാർത്തകൾക്ക് യാതൊരു കുറവുമില്ല. കാരണം റാഷ്ഫോർഡ് എന്തായാലും അമോറിമിന് അനഭിമതനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് റാഷ്ഫോർഡിനും അറിയാൻ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AC മിലാൻ പ്രതിനിധികളുമായി മിലാനിൽ പോയി റാഷ്ഫോർഡിൻ്റെ ഏജൻസ് ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. ഇനീഷ്യൽ ടോക്ക് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. AC മിലാന് റാഷ്ഫോർഡിനെ ലോണിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. അതിനൊപ്പം തന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഡോട്ട്മുണ്ടിന് ലോൺ ഓപ്ഷനാണ് എല്ലാവരും നോക്കുന്നത്. കാരണം റാഷ്ഫോർഡിൻ്റെ ഒരു ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 മില്യൺ പൗണ്ടെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫറിൻ്റെ ലോൺ ഓപ്ഷൻസാണ് നോക്കുന്നത്. അതൊരു ബൈയിങ് ഓപ്ഷനുള്ള ലോൺ ഓപ്ഷൻസ് ആയിരിക്കാം ചിലപ്പം. അപ്പോൾ അത് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നാപ്പോളിയുടെ പേര് നേരത്തെ കേട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ നാപ്പോളിക്ക് വലിയ താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. യുവൻറ്റസിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. യുവൻറ്റസിലെ മറ്റൊരു നിർണായക നീക്കം പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സിർക്സിയുടെ കാര്യമാണ്. കാരണം സിർക്സിയെ യുവൻറ്റസിന് താല്പര്യമുണ്ട്. യുണൈറ്റഡ് ആണെങ്കിൽ സിർക്സിയെ വിൽക്കാൻ തയ്യാറാണ്. സിർക്സി മുമ്പ് ബൊളോണിയയുടെ പ്ലെയറായിരുന്നു, ഇറ്റാലിയൻ ലീഗിൽ കളിച്ച പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ യുവൻറ്റസിൻ്റെ കോച്ചായ തിയാഗോ മോട്ട മുമ്പ് ബൊളോണിയയുടെ കോച്ചായിരുന്നു. ബൊളോണിയയിൽ അദ്ദേഹം കോച്ചായിരുന്നപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ കളിച്ച പ്ലെയറാണ് സിർക്സി. അപ്പോൾ സിർക്സിയെ മോട്ടയ്ക്ക് ആവശ്യമുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണ് ആ ഒരു ഡീല് നടക്കും. അപ്പോൾ അതിന് ഒരു സ്വാപ്പ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പം വ്ലാഹോവിച്ചിനെ കൈമാറാൻ തയ്യാറായേക്കും എന്നുള്ള ഒരു വൈൽഡ് റൂമറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആണ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ലെഫ്റ്റ് വിങ് ബാക്ക്, അത് വളരെ നിർണായകമാണ്. ഈ ജനുവരിയിൽ തന്നെ യുണൈറ്റഡിന് ആവശ്യമുള്ള ഒരു പൊസിഷനാണ്. അമോറിമിൻ്റെ ഒരു ബേസിക് പ്ലേക്ക് അത്യാവശ്യമായ ഒരു പൊസിഷനാണ്. അപ്പോൾ ലെഫ്റ്റ് വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ യുണൈറ്റഡിന് നല്ലൊരു പ്ലെയറെ കൊണ്ടുവരേണ്ടതുണ്ട്, ഒരു എനർജറ്റിക് ആയുള്ള പ്ലെയറെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം ന്യൂനോ മെൻഡസിൻ്റെ പേരാണ് കേട്ടിരുന്നത്, പക്ഷേ ന്യൂനോ മെൻഡസ് ഇപ്പം അത്ര കേൾക്കുന്നില്ല അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് 2 പേരുകളാണ് ലെഫ്റ്റ് വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ യുണൈറ്റഡിൻ്റെ റഡാറിലുള്ളത്. ഒന്ന് പാട്രിക് ദോർഗു ആണ്. പാട്രിക് ദോർഗു നിലവിൽ സിരിയയിൽ ലെച്ചെ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഡെൻമാർക്കിന് വേണ്ടിയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇറങ്ങുന്നത്. ബേസിക്കലി ഒരു ആഫ്രോ ഒറിജിനായ പ്ലെയറാണ്. ഒരു 20 ഇയേഴ്സ് ഉള്ള യങ് പ്ലെയറാണ്. ഒരു അപ്കമിങ് പ്ലെയർ എന്ന് പറയാം. പക്ഷേ കമ്പാരിറ്റീവ്ലി അത്ര വലിയ ട്രാൻസ്ഫർ ഫീ കൊടുക്കാതെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് യുണൈറ്റഡിന് മുമ്പിൽ ഇപ്പം ദോർഗുവിൻ്റെ പേര് കേൾക്കുന്നത്. പിന്നെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു താരം, പ്രീമിയർ ലീഗിൽ തന്നെ കളിക്കുന്ന ബോൺമൗത്തിൻ്റെ പ്ലെയറായ മിലോസ് കെർക്കസ് ആണ്. മിലോസ് കെർക്കസിന് നല്ല ഡിമാൻഡ് ഉണ്ട്. മിലോസ് കെർക്കസ് 21 വയസ്സുള്ള നല്ല പ്ലെയറാണ്. അത്യാവശ്യം എനർജറ്റിക് ആയിട്ട് കളിക്കുന്ന വൈബ്രൻ്റായ ഒരു ലെഫ്റ്റ് വിങ് ബാക്കാണ്. അപ്പോൾ മിലോസ് കെർക്കസിന് വേണ്ടി ലിവർപൂളും രംഗത്തുണ്ടെന്നുള്ള വാർത്തകളുണ്ട്. മറ്റ് ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ലെഫ്റ്റ് വിങ് ബാക്കുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിക്ടർ ഓസിമൻ എങ്ങോട്ട് വരും എന്നുള്ളത്. ഇപ്പോൾ എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും കുറേ കാലമായിട്ട് വിക്ടർ ഓസിമൻ്റെ പേര് തന്നെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിക്ടർ ഓസിമൻ നിലവിൽ തൽക്കാലം ഗലത്സരയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അതായത്
ലോണിലാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ലോൺ കാലാവധി പൂർത്തിയാക്കുക, അടുത്ത സമ്മർ വരെ അവിടെ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് നാപ്പോളി ഉടമ ലോറൻറ്റസിനെ നിരസപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം കലിപ്പിലാണെന്നൊക്കെയാണ് പറയുന്നത്. യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. മറ്റ് ക്ലബ്ബുകളുടെ പേരും ഉണ്ടായിരുന്നു. ചെൽസിയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രമുഖ ക്ലബ്ബുകളും ഒസിമിനെ താല്പര്യമുണ്ട്. കാരണം ഒസിമൻ എന്ന് പറഞ്ഞ ഒരു പ്രൂവണായുള്ള ഒരു സ്ട്രൈക്കറാണ്. അപ്പോൾ ഒരു പ്രൂവണായുള്ള ഒരു സ്ട്രൈക്കറെയാണ് യുണൈറ്റഡിന് ഉൾപ്പെടെ വേണ്ടതെന്നുള്ള ഒരു അനാലിസിസ് ആണ് പൊതുവേ ഉള്ളത്. വന്നു കഴിഞ്ഞാൽ ഒരു ഷുവർ സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഒസിമനിലുണ്ട്. ഒസിമനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയറിനനുസരിച്ച്, അതായത് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റ് പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായില്ല. പല ഇഷ്യൂസൊക്കെ ഉണ്ടായി നാപ്പോളിയുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒസിമനെ ഒരു വൈൽഡ് ഗസ്സായിട്ട് വീണ്ടും നിൽക്കുന്നുണ്ട്. ഒസിമൻ ഈ ഒരു ജനുവരിയിൽ തന്നെ ഒരു ട്രാൻസ്ഫർ നടക്കുമെന്നുള്ളത്. പക്ഷേ താരത്തിന് വ്യക്തിപരമായിട്ട് ഗലത്സരയിൽ തന്നെ തുടരാനാണ് താല്പര്യം താൽക്കാലികമായി. അതായത് ആ ലോൺ കാലാവധി തീരുന്നവരെ എന്നാണ് വരുന്ന വാർത്തകൾ. പിന്നെ എംബുവേമൻ്റെ പേര് കേൾക്കുന്നുണ്ട്. എംബുവേമ നല്ല രീതിയിൽ എംബുവേമ കളിക്കുന്നുണ്ട് ഇപ്പം ബ്രെൻഫോർഡിന് വേണ്ടി. അപ്പോൾ എംബുവേമ യുണൈറ്റഡ് നോട്ടം ഇട്ടിരിക്കുന്നു എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ബ്രെൻഫോർഡിൻ്റെ നല്ല ആക്റ്റീവായി കളിക്കുന്ന പ്ലെയറാണ്. 25 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം 23 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളൊക്കെ ഈ സീസണിൽ നേടിയിട്ടുള്ള നല്ല കൺവേർഷൻ റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ് എംബുവേമോ. അപ്പോൾ എംബുവേമയും യുണൈറ്റഡിൻ്റെ റഡാറിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പൊതുവെ എനിക്ക് തോന്നുന്നു ഒരു പ്രൂവണായുള്ള ഒരു ഗോൾ സ്കോററെ, കുറച്ചുകൂടെ ഒരു ഹൈ പ്രൊഫൈലായുള്ള ഒരു ഗോൾ സ്കോററെ ആയിരിക്കും യുണൈറ്റഡ് ആരാധകർ ആഗ്രഹിക്കുന്നതെന്നാണ് തോന്നുന്നത്.